ഇടത് അധ്യാപക സംഘടനയായ ASTA-യുടെ സമുന്നത നേതാവായിരുന്ന ടുക്കൂർ മാസ്റ്ററുടെ സ്മരണയിൽ നിർമ്മിച്ച കെട്ടിടമായ ടുക്കൂർ മാസ്റ്റർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെയും CPM അഴീക്കോട് പുന്നക്കപ്പാറ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൻ്റെയും ഉദ്ഘാടനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ നിർവഹിച്ചു. ടുക്കൂർ മാസ്റ്ററുടെ ഫോട്ടോ അനാച്ഛാദനം KV സുമേഷ് MLA നിർവഹിച്ചു. ലൈബ്രറി ഉദ്ഘാടനം CPM കണ്ണൂർ ഏരിയ സെക്രട്ടറി KP സുധാകരൻ നിർവഹിച്ചു. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് A. അജീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. M. രാജേഷ്, PA കുഞ്ഞംസു തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികളെ അനുമോദിച്ചു. കലാപരിപാടികളും അരങ്ങേറി. 57 ശേഷം 67 EMS വന്നു, 80 നായനാർ വന്നു, പിന്നെ VS വന്നു, ഇപ്പൊ പിണറായി വരുന്നു. പിണറായി 10 കൊല്ലം ആകുമ്പോഴേക്ക് ഈ കേരളത്തിൽ ഏതെങ്കിലും അമ്പലത്തിന് വല്ല പ്രശ്നവും പറ്റിയോ? കേരളത്തിൽ ഏതെങ്കിലും ചർച്ചിനോ പള്ളിക്കോ വല്ല പ്രശ്നവും പറ്റിയോ? പറ്റിയില്ലെന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെമ്പാടും മുസ്ലിം ന്യൂനപക്ഷത്തെ വേട്ടയാടുന്നു. ബീഫ് സൂക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ആളെ തല്ലിക്കൊല്ലുന്നു. പശുവിനെ കടത്തി എന്ന് പറഞ്ഞിട്ട് ആളെ തല്ലിക്കൊല്ലുന്നു. ഇവിടെ ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ. ഇവിടെയോ ഈ 10 കൊല്ലക്കാലം വർഗീയ ശക്തികൾക്ക് ഉറഞ്ഞു തുള്ളാൻ അവസരം കൊടുക്കാത്ത ഒരു സംസ്ഥാനം എന്ന് മാത്രമല്ല, മതനിരപേക്ഷതയുടെ സംരക്ഷയെ തുരുത്തു. സുഹൃത്തുക്കളെ, ഈ കോൺഗ്രസും ലീഗും കേരളം ഭരിക്കുന്ന ഘട്ടത്തിൽ എന്താണ് ഉണ്ടായത് എന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ. കാസർഗോഡ് വെടിവെപ്പ്, കാസർഗോഡ് വർഗീയ കലാപം, കത്തിക്കുത്ത്, കൊലപാതകം. ഉണ്ടോ ഈ 10 വർഷത്തിനകം ഏതെങ്കിലും വർഗീയ സംഘർഷം? കാസർഗോഡ് മാത്രമല്ല, കോഴിക്കോട് AK ആന്റണിയും കുഞ്ഞാലിക്കുട്ടിയും കെട്ടിപ്പിടിച്ച് കേരളം ഭരിക്കുന്ന ഘട്ടത്തിൽ മാറാട് കലാപം. ഒരു പുതുവർഷ പുലരിയോടനുബന്ധിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയും കൊലപ്പെടുത്തി 5 പേര്. ഒരു പുതുവർഷ പുലരി ജനുവരി 1 പുലരുമ്പോഴേക്ക് 5 പേര് ഒരു കടപ്പുറത്ത് കൊല്ലപ്പെട്ട സംഭവം. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.